എന്തുകൊണ്ട് ജഡായുപ്പാറയിൽ ക്യാഷ് മാത്രം സ്വീകരിക്കുന്നു? അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പേയ്മെന്റ് ആയിട്ട് അവർ ക്യാഷ് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ ജഡായുപ്പാറയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പം അത് ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, 4:30 വരെ നമുക്ക് നടന്നു കയറാം, 5:30 വരെ കേബിൾ കാറിൽ കയറാം. അതിന്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 555 രൂപയാണ്. പക്ഷേങ്കിൽ അത് ക്യാഷ് ആയിട്ട് മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളത്. അതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജോമി? എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു മുറുക്കാമ്പിടിക്ക് വരെ ഒരു മുട്ടസൂചി മേടിച്ചാൽ GST കൊടുക്കുന്ന സമയം അല്ലെ, ടാക്സ് കാര്യങ്ങൾ. അപ്പം എന്തുകൊണ്ട് അത്രയും വലിയൊരു പ്രസ്ഥാനത്തിനകത്ത് നമുക്കൊരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒന്നും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു തന്നെയാണ്. ഭയങ്കര വലിയ ചോദ്യമാണ്. എന്തായാലും അത് ടാക്സ് വെട്ടിപ്പ് കാര്യങ്ങളാണോ, സർക്കാരിന്റെ ഒരു സ്ഥാപനം, അത് ലീസിൽ ഒരു പ്രൈവറ്റ് വ്യക്തിയാണ് ഇത് നടത്തുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ടോ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല, അത്ര വിവരമുള്ള കൂട്ടത്തിലൊന്നും അല്ല. എന്നാലും കാര്യങ്ങള് അല്ല, വിവരത്തിന്റെ അല്ല, നമ്മളൊരു ചെറിയ കടകളിൽ പോലും നമ്മള് അതിന്റെ ഫോൺ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ പേയ്മെന്റുകൾ സ്വീകരിക്കുമ്പോൾ ജഡായുപ്പാറ പോലെ ഇത്ര വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പക്ഷി സ്റ്റാച്ചു, സ്വദേശികളും വിദേശികളും ഒഴുകിയെത്തുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു ആയിരക്കണക്കിന് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ക്യാഷ് പേയ്മെന്റ് മാത്രമേ പറ്റൂ എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് അതിന്റെ റീസൺസ് കാര്യങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ യാത്ര ജഡായുപ്പാറയിലേക്ക്. നല്ല രസമാണ് കേട്ടോ, ജഡായുപ്പാറയിലോട്ട് പോകുന്ന ഒരു വഴി കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഏതായാലും കുറച്ച് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. നമ്മുടെ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് നമ്മളത് പറ്റിക്കാൻ ശ്രമിച്ചു. എന്തായാലും ഞങ്ങൾ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പം കറക്റ്റ് വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് തന്നിട്ട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ക്യാഷ് പേയ്മെന്റ് അല്ലേ? അതെന്താ ക്യാഷ് പേയ്മെന്റ്? അങ്ങനെ ഞങ്ങൾ ജഡായുപ്പാറയുടെ പാർക്കിങ്ങിലോട്ട് എത്തി. പാർക്കിംഗ് ഫീ കൊടുത്തു. പാർക്കിംഗ് ഫീയും അവർ ക്യാഷായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞാൽ ഗൂഗിൾ പേ വർക്കാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ ജഡായുപ്പാറയുടെ മുകളിൽ, ഇതിൻ്റെ മുകളിൽ എവിടെയോ ആണ്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കാനായിട്ട് പൊക്കോണ്ടിരിക്കും. അതെ, ജോമിയും കൊച്ചും കൂടെ നേരെ മുകളിലോട്ട് പിടിച്ച് പോകുന്നുണ്ട്. താഴേന്ന് ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ മുകളിലോട്ട് കയറുവാണ്. അപ്പോൾ കേബിൾ കാറിൻ്റെ പ്രൈസ് ഇവിടെയാണ് കൊടുക്കണേ. പിന്നെ ഇവിടെ എന്തോ സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. നമ്മൾ താഴേന്ന് നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ മെയിൻ ഹാളിലോട്ട് കയറി അവിടുന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് മുകളിലോട്ട് എത്തി കഴിയുമ്പോഴാട്ടോ റോപ്പുമായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഞങ്ങളിവിടെ ക്യൂവിൽ കയറി നിന്നു. ഇനിയിപ്പം നമ്മൾ റോപ്പ് വേ വഴി കയറാൻ പോവാം. എടാ, മൊബൈൽ നോക്കിയിരിക്കാതെ. Are you excited? Yes. ഇവിടെ കുറേ സ്പേസ് ഒക്കെ കിടപ്പുണ്ട് ഇരിക്കാനായിട്ട്. പക്ഷെ എല്ലായിടത്തും നമ്മുടെ ഇത് വെച്ച് അടച്ചു വെച്ചേക്കും. അപ്പോൾ ഇരിക്കാനായിട്ട് പെർമിഷൻ ഇല്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയേക്കുവാണ്. ജോമി ഇതുവരെ വന്നില്ല. ജോമി വന്നിട്ട് ടിക്കറ്റ് ഉള്ളവർ കയറി പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ വെറുതെ ഒരു ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ടിക്കറ്റ് വന്നിട്ട് നോക്കാൻ നടത്തുന്നത്. അകത്ത് കുറേ കഫറ്റേരിയ കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എല്ലായിടത്തും ഭയങ്കര താമസമല്ല, ഈ ക്യാഷ് മാത്രമായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിലേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൂടുതലും എനിക്ക് തോന്നിയിട്ട് മലയാളീസിനേക്കാളും കൂടുതൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാട്ടോ. തമിഴ്നാടും അതുപോലെ ഹിന്ദിക്കാരും നോർത്തിൽ നിന്നുള്ളവരും ഒരുപാട് പേരുണ്ട്. ഈ സ്റ്റെപ്പെല്ലാം മുകളിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ റോപ്പ് വേ തുടങ്ങുന്നത്. നമ്മുടെ റോപ്പ് വേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ചാടി കയറണം എന്നാണ് അവർ പറഞ്ഞേക്കണേ. ഇപ്പോൾ ഈ റൗണ്ടിൽ കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നോക്കാം, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ റോപ്പയിൽ കയറി കേട്ടോ. ചാടി കയറി മലയുടെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. സ്പീഡ് കൂടി. आप लोग कहाँ से? राजस्थान से। राजस्थान? हम लोग भी प्लान कर रहे हैं राजस्थान आने के लिए। नेक्स्ट वीक आ रहे हैं। हम लोग यहाँ से केरला से। कितना दिन का ट्रिप है? 1 हफ्ता हो गया, कल वापस आ रहे हैं बच्चे के साथ. വന്ന് ഇറങ്ങി കേട്ടോ. ഇത് കൂട്ട് 4-5 റോപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര രസമാണ്, കിട്ടുന്ന വ്യൂ ആണ്, ഒരു രക്ഷയില്ല. പിന്നെ ചൂട്, നല്ല ചൂടാണ് കേട്ടോ. കുറച്ച് ഏർലി മോർണിംഗ് ഒക്കെ വരാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അന്നേരം തുറക്കില്ലെന്ന് തോന്നുന്നു. 10 മണിക്കോ മറ്റോ ആണ് ഇത് തുറക്കുന്നത്. വാവ്, വാവ്.
ഞാൻ മോളിൽ കയറിയിട്ട് കിട്ടിലിനായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെന്തൊരു സംഭവമാണ്. അയ്യോ, ഇത് കയറി കാണാനായിട്ട് ഇത്രയും കാശ് മുടക്കിയതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല കേട്ടോ. വാവ്, അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. കലക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ, ഔട്ട്സ്റ്റാൻഡിങ് വ്യൂ എന്നൊക്കെ പറയല്ലേ, ആ സംഭവമാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണുന്നത്. ഓ മൈ ഗോഡ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഏകദേശം ഒരു 64 ഏക്കർ സ്ഥലത്താണ് ജടായുപ്പാറ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു നേച്ചുറൽ പാർക്ക് എന്നൊക്കെ പറയാവുന്ന സംഭവമാണ്. നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ റോപ്പ് വേയിലൂടെയാണ് കയറി വരുന്നത്. ഇനി നടന്ന് കയറി വരേണ്ടവർക്കാണെങ്കിൽ നടന്ന് കയറി വരാം. പക്ഷേ 800 സ്റ്റെപ്സ് ആണ് നമ്മൾ കയറി പോരേണ്ടത്. നല്ല ചൂടാണ്, അത് ഇച്ചിരി ടാസ്ക് ആയിരിക്കും. സോ ഞങ്ങൾ റോപ്പ് വേ വഴിയാണ് കയറി വന്നത്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇതൊരു ഗവൺമെൻറ് സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നാച്ചുറൽ പാർക്കാണ്. രാജീവ് അഞ്ചൽ, നമ്മുടെ സംവിധായകൻ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ശില്പം ഇവിടെ പണിതിരിക്കുന്നത്. ശരിക്കും രാമായണത്തിലെ രാവണനും ജടായുവും തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ സമയത്ത് ജടായുവിന് വെട്ടേറ്റ പാറയാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി സ്റ്റാച്യുവും കൂടിയാണ് നമ്മുടെ ഈ ജടായു പാറയിൽ കാണുന്ന ഈ ജടായുവിൻ്റെ സ്റ്റാച്യു. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്താണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ആസ്വദിക്കാനുള്ള ഒരു വേദം തന്നെ പറയാവുന്നൊരു സംഭവമാണ് ജടായു പാറ. ശരിക്കും എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നീളവും വീതിയെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ 200 അടി നീളവും അതുപോലെ തന്നെ 150 അടി വീതിയും 75 അടി ഉയരവുമാണ് ജടായുപ്പാറയുടെ ഒരു നീളവും വീതി എന്നൊക്കെ പറയുന്നത്. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് നമ്മുടെ ജടായുപ്പാറ. ജടായുപ്പാറയുടെ മനോഹരമായ വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഹാംസ്റ്റർ എന്ന AC ബ്രാൻഡുകളാണ്. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡാണ് ഹാംസ്റ്റർ AC-കൾ. ട്രൈ ഹൈബ്രിഡ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള AC-കൾ 5 വർഷത്തെ കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ വാറണ്ടി നൽകുന്ന ഏക AC ബ്രാൻഡുകൾ കൂടിയാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓർഡർ ചെയ്യേണ്ടവർ വേഗം ഓർഡർ ചെയ്തു. വഴിയാകട്ടോ ഞാൻ പറഞ്ഞ 800 സ്റ്റെപ്സ് വഴി ആൾക്കാർ കയറി വരുന്നത്. പക്ഷേ ആരും 800 സ്റ്റെപ്സിലൊന്നും കയറി വരുന്നില്ല. കാരണം ഈ ചൂടെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മളങ്ങ് പൊള്ളിക്കണ ചൂടാണ്. ഞാൻ ജടായുപ്പാറ വന്നപ്പോൾ തൊട്ട് പറയുന്നത് ഇവിടെ ചൂടാണ്. പക്ഷേ ഇപ്പം നല്ല മഴ പെയ്തു കേട്ടോ. നല്ല സുഖം, നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഇവിടുന്ന് പോരാനായിട്ടേ തോന്നുന്നില്ലെന്നുള്ളതാണ് സത്യം. പിന്നെയാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് മ്യൂസിക്കും കൂടി ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു ഗീതം പോലത്തെ എന്തോ ഒരു ലൈറ്റ് മ്യൂസിക്കും കൂടി ഇട്ടിട്ടുണ്ട്. എന്തൊരു രസമാണ്, എന്തൊരു ഫീലാണെന്നറിയോ ഇവിടെ ഒന്ന് നിൽക്കാനായിട്ട്. ഭയങ്കര രസം കേട്ടോ. നിങ്ങൾ ഇതുവരെ ജടായുപ്പാറ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റാണ്. അത് യാതൊരു കോംപ്രമൈസും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് പോരെ. അയ്യോ, ഇതൊരു ശരിക്കും അത്ഭുതം തന്നെയാണ്, അത്ഭുതം. അയ്യോ, എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നെന്നറിയോ ജടായുപ്പാറ കണ്ടിറങ്ങുന്നത്. തിരിച്ച് ഞങ്ങൾ റോപ്പ് വേയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാനും കൊച്ചും ജോമി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റോപ്പ് വേയിൽ. എന്നാലും ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ ഞാൻ ജടായുപ്പാറയെ കുറിച്ച് പറയാവുള്ളൂ. പിന്നെ ഇതിന്റെ പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഇവർ ഒറിജിനൽ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒന്ന്, ഇതിനകത്ത് ഫോൺ പേ ഗൂഗിൾ പേ ഒന്നും അവർ അലൗ ചെയ്യല. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇപ്പം ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പം 564 പേയ്മെന്റ്. നമ്മൾ ആ 600 രൂപ കൊടുക്കണമെങ്കിൽ ബാക്കി വരുന്ന ആ ഒരു 6 രൂപ അവർ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് തരത്തില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയും, ഓ, ഒരു 6 രൂപയ്ക്ക് നീ എന്തോ ഒരു കണക്കാ പറയണെന്നാ. ശരിക്കും ഞാൻ അത് കണക്കായിട്ട് പറയുന്നതല്ല. എല്ലാവരുടെയും പൈസ, കാരണം ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസും തമിഴ് അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ആളുകളാണ്. നമ്മൾ ഉൾപ്പെടെ എല്ലാവരെയും ഒരു ദിവസം 1000 പേരുടെ കയ്യിൽ നിന്നാവുമ്പോൾ എത്ര രൂപയാവും എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഒരു ചീറ്റിങ്ങിന്റെ കൺസെപ്റ്റിലാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും ചെറിയൊരു പൈസക്ക് നമ്മൾ കണക്ക് പറയാം, അങ്ങനെയൊന്നും അല്ല. കാരണം നമ്മുടെ അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ അക്സെപ്റ്റഡ്, ഫോൺ പേ അക്സെപ്റ്റഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരു സ്ഥലത്തും ഇൻക്ലൂഡിങ് പാർക്കിങ്ങിൽ പോലും അവർ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും എന്താ പറയുക എടുക്കുന്നില്ല. അത് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതിനെക്കുറിച്ചൊന്നും ഇനി പറയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോപ്പർ, അതായത് ചെറിയ ചെറിയ ചില്ലറകൾ വരുമല്ലോ. ഇപ്പൊ 7 രൂപ 8 രൂപ 9 രൂപ അതൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ അവർ ആ പേയ്മെന്റ് നമുക്ക് തിരിച്ചും തരത്തില്ല. അവർ പറയും ഞങ്ങളുടെ ഈ ചില്ലറില്ല, നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പോയി എടുത്തോണ്ട് വരാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പൈസ വേണ്ടത് വെക്കത്തുള്ളൂ. കാരണം ഇവിടം വരെ വന്നിട്ട് ഇനി ആ ഒരു 8 രൂപ 9 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഇനി തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോകട്ടെ നോക്കല്ലോ. ഇത് ഒരാളുടെ നിന്നല്ല, ഒരു ദിവസം വരുന്ന ആയിരക്കണക്കിന് ആളുടെ കയ്യിൽ നിന്നാണെന്ന് ഓർക്കണം. എന്തായാലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ജടായുപ്പാറ ഈസ് ഓസം. നമ്മൾ മസ്റ്റ് വിസിറ്റ് ആയിട്ട് കാണേണ്ട സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതേ താഴത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമാണ്. എനിവേ, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.